അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യം പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ശാരീരികവും മാനസികവും അതുപോലെ പൈശാചികവുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബോധ്യം വന്നിട്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്തിട്ടുണ്ട് പല ആളുകളെ കൊണ്ടും, അതുപോലെ പലതവണ ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായിട്ട് ഇതിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല എന്ന് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത്ര കേസസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പൈശാചികമായ പിശാച് ബാധയോ അതല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അതല്ലെങ്കിൽ ഒരു അസൂയ പോലുള്ള സംഗതികൾ, കണ്ണീർ പോലുള്ള സംഗതികൾ കൊണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ആത്മാവിനെ ഏറ്റിടത്തോളം ഭാഗമേ റുഖിയ കൊണ്ട് പരിഹരിച്ചെടുക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് അത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ പ്രവർത്തനം. അപ്പൊ ആത്മാവിന്റെ പ്രവർത്തനത്തിൽ അത് അവന്റെ സെൻസറീസ്, അവന്റെ പെർസെപ്ഷനിൽ, അവന്റെ കാഴ്ചപ്പാടിൽ, അവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ആത്മീയ തലം, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആത്മീയ തലത്തിൽ അപ്പൊ സെൻസറിയിൽ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആ രീതിയിലുള്ള തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. തെറാപ്യൂട്ടിക്കൽ കൗൺസിലിങ്ങിലൂടെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതൊരു പക്ഷെ അവന്റെ ചിന്തയുടെ തിങ്കിങ് പാറ്റേണിനെ ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് അതിന് കൊഗ്നിറ്റീവ് തെറാപ്പീസ് വേറെ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള തെറാപ്പീസ് കൊടുക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഇവന്റെ മെമ്മറിയിൽ ഉണ്ടാകുന്ന എമോഷണൽ ലോഡിലേക്കാണ് ഇത് ടച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ നിന്ന് തെറാപ്യൂട്ടിക്കലി അത്തരം വിഷയങ്ങൾ കണ്ടെടുത്ത് ഫ്രീ ആക്കി കൊടുക്കേണ്ടി വരും. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഇത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. ബയോളജിക്കൽ ബാധിക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരാളുടെ എൻഡോക്രൈനോളജിക്കൽ, ഒരാളുടെ ഹോർമോൺ വൈറ്റമിൻ സിസ്റ്റത്തിലൊക്കെ കാര്യമായിട്ട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സൈക്കാട്രിക് മരുന്ന് കൊടുക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന്റെ ചിന്തയെ ബാധിക്കുന്നെങ്കിൽ സൈക്കാട്രിക് മരുന്ന് ഒരു വർഷം ആവശ്യമായി. അപ്പോൾ നല്ലൊരു ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഉപദേശം മരുന്ന് വേണ്ടി വരും. അത്തരം വിഷയങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പാത്തോളജിക്കൽ പ്രോബ്ലംസ്, ശരീരത്തിന്റെ പാത്തോളജിക്കൽ പ്രോബ്ലംസിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഇതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നൂറ് അത് കുറവായിരിക്കും. ആ 100 കുറവാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ 100 കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എമോഷൻസ്, നെഗറ്റീവ് എനർജീസ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് 100 ഇല്ലാതെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന മറ്റ് ആളുകളിൽ നിന്ന്, മാതാപിതാക്കളോ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവരിൽ നിന്ന് ഉണ്ടാകുന്ന നെഗറ്റീവ് എമോഷണൽ അവരുടെ നെഗറ്റിവിറ്റി ഇദ്ദേഹത്തിന് ടച്ച് ആകും. എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയും. ആ ട്രാൻസ്ഫറൻസ് ഇദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആൾറെഡി ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൂടുതൽ വഷളായി. ഇങ്ങനെ രണ്ടും കൂടി ആകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് ആയി. ഇതിനപ്പുറത്തേക്ക് പറ്റിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ താമസിക്കുന്ന വീട്, ഈ പ്രദേശം, അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് എനർജിയുടെ എമോഷണൽ ഇംപ്രിന്റുകൾ, നെഗറ്റീവ് എനർജിയുടെ ഇംപ്രിന്റുകൾ സ്പേസിലുണ്ടാകും. ഏതൊരു സ്ഥലത്തും എവിടെയെങ്കിലും ശക്തമായ വൈകാരിക പ്രകടനം നടന്നാൽ, മനുഷ്യന്മാരുടെ ശക്തമായ വൈകാരിക പ്രകടനം നടക്കുന്ന സ്ഥലത്ത് അതിന്റെ എമോഷണൽ ഇംപ്രിന്റ് ആവും ആ സ്പേസിൽ. അത് ഷിർക്ക് ചെയ്യുന്ന, സിഹർ ചെയ്യുന്ന, ശക്തമായ വൈകാരിക പ്രകടനം നടക്കുന്ന, ആത്മഹത്യ, കൊലപാതകം, ശക്തമായ ദേഷ്യം, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സ്ഥലം, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വീട്, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജികൾ, ആ സ്പേസിൽ ഉണ്ടാകുന്ന ഇംപ്രിൻസുകൾ ഈ മനുഷ്യന് ടച്ച് ആകും. ഇതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ശൈതാനികമായ അല്ലെങ്കിൽ ഡെവിളിഷ് വേൾഡിലേക്കുള്ള കണക്ഷൻസ് ഈ വ്യക്തി എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൽ എമോഷണൽ ബ്ലാസ്റ്റുകൾ, എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ശൈതാനികമായ ഇടപെടലുകൾ നടക്കും. അതുകൊണ്ട് കേവലം റുഖിയ കൊണ്ട് ഇതെല്ലാം കൂടെ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് റുഖിയ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടും. പക്ഷെ അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തിന്റെ മെമ്മറിയിലും ഇദ്ദേഹത്തിന്റെ തിങ്കിങ് പാറ്റേണിലും ഇദ്ദേഹത്തിന്റെ ബിഹേവിയറിലും എമോഷൻസിലും ഫീലിങ്സിലും എല്ലാം ഇത് ഉള്ളത് കൊണ്ട് വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്ത് വീണ്ടും പഴയ സിറ്റുവേഷൻസ് വരും. ഇതാണ് ഈ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വരാനുള്ള കാരണം. അതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻസ് കേവലം റുഖിയ പോരാ. അതിനപ്പുറത്തേക്ക് തെറാപ്യൂട്ടിക് കൗൺസിലിംഗ്, അത് സ്പിരിച്വൽ ഹീലിംഗ്,
അതുപോലെ ചിലപ്പോൾ പാരാസൈക്കോളജിക്കൽ സൊല്യൂഷൻസ്, അത്തരം എമോഷണൽ ഇംപ്രിന്റുകൾ ആ വീട് ആ സ്ഥലങ്ങളിൽ നിന്ന് ഫ്രീ ആക്കി എടുക്കണമെങ്കിൽ അതിന് പാരാസൈക്കോളജിക്കൽ സൊല്യൂഷൻസ് തന്നെ വേണ്ടി വരും. ചിലപ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ പേഴ്സണാലിറ്റിയെ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കറക്റ്റിംഗ് റീഫ്രെയിമിംഗ് കോച്ചിങ് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ റുഖിയ എന്നതിന്റെ കൂടെ കൗൺസിലിംഗും, ഇസ്ലാമിക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, മോഡേൺ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അതുപോലെ സ്പിരിച്വൽ ഹീലിംഗ്, പാരാസൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ക്ലിനിക്കൽ പാരാസൈക്കോളജി, ലൈഫ് കോച്ചിങ്, മെന്ററിംഗ്, ട്യൂട്ടറിംഗ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഇത്തരം ഒരാളുകൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ വിഷയത്തെ പരിഹരിച്ചെടുക്കുവാൻ വേണ്ടി ചെയ്തു കൊടുക്കുവാനും നിർദ്ദേശിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ടാണ്.